ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി വന്നത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞ ആ ഒരു ബിഗ് സർപ്രൈസ് അല്ലേ, നല്ല സർപ്രൈസ്. അതെ, അത് ഞങ്ങൾ പൊട്ടിക്കാൻ പോണേന്ന്. സത്യം പറഞ്ഞാൽ ചേച്ചിയും കൂടി വേണ്ടത്, അത് ചേച്ചിക്ക് പോകേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ചേച്ചിയെ പിടിച്ചേക്കാൻ പറ്റില്ല അല്ലേ. പറ, നാളെ ജോലിക്കും പിന്നെ ചൂട്ടനെ ക്ലാസ്സിൽ പോകണം അല്ലേ, പരീക്ഷ ആറായി, മറ്റന്നാൾ പരീക്ഷ. അപ്പോൾ നമ്മുടെ ബിഗ് സർപ്രൈസ് പഠിക്കാം. അയ്യോ, അതെങ്ങനെ പറയാ, ഞങ്ങക്ക് രണ്ടാമതേ ഒരു കുഞ്ഞുമാവയും കൂടി വരാൻ പോണേ. അങ്ങനെ ബിഗ് ബ്രദർ ആവാൻ പോണേ. ബിഗ് ബ്രദർ ഇപ്പൊ ഏറ്റവും മൂത്ത ചേട്ടനാണ്, ആകാംക്ഷയിലിരിക്കണേ ഞാൻ. അതെ അതെ. അപ്പൊ ഇത് ഞങ്ങൾ എന്നാ ഡിസംബറിലാണ് കണ്ടാണ് അറിഞ്ഞേക്കണത്. അപ്പൊ അന്നോട്ട് ഇങ്ങനെ പറയണമെന്നുണ്ട്, എന്നാലും നമുക്കിങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത്ര മാസം കഴിഞ്ഞിട്ട് പറയാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കലായിരുന്നു ഈ സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അയ്യാ, അപ്പം അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബിഗ് സർപ്രൈസ്. പിന്നെ ഞാൻ ഈ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പേടിയുണ്ട്, അവരുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാം. അതിൽ എനിക്കറിയാം ഭൂരിഭാഗവും കാണുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അല്ലേ. അതായത് അവിടുത്തെ അമ്മയുടെ മറ്റേ ചേച്ചിയൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറയാറുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്. അപ്പം എല്ലാവരും അറിയട്ടെ, ഞങ്ങൾ സൂക്ഷിച്ച് ഇത്ര നാളെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ ബിഗ് സർപ്രൈസ്, എൻ്റെ സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാട്ടെ. ഞങ്ങൾ ഇന്ന് തന്നെ എടുത്ത് വെച്ചേക്കണം ഫോട്ടോ. പറയണ്ടെങ്കിലും ഇത് അതാണ് ഞാൻ പറയാത്ത. എനിക്കാണെങ്കിൽ പിന്നെ ഇത് സംസാരിക്കാൻ വേണ്ടി ഇഷ്ടം. ചെറിയമ്മ അങ്ങനെ ഞാൻ വീണ്ടും ചെറിയമ്മ ആയിരിക്കുന്നു, അമ്മാമ്മ. ഇപ്പൊ അച്ഛനും കൂടി വേണോ, അന്നൊക്കെ തീർന്നത്. ഇഷ്ടം ആമ്പിള്ളേരായിരുന്നു കൂടുതലും കാര്യം. പക്ഷെ ആമ്പിള്ളേര് വന്നതിനപ്പോഴേക്ക് അച്ഛനില്ലാണ്ടായിപ്പോയി. സോ അതുകൊണ്ട് എന്താ എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഭയങ്കര സന്തോഷം. യുവ ചേച്ചിക്ക്